നമസ്കാരമുണ്ട് കൂട്ടുകാർ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബാക്കിലെ ടയറൊക്കെ ഉണ്ടല്ലോ വണ്ടിയുടെ ഒന്ന് ജാക്കി വെച്ച് അപ്പ് ചെയ്ത് ഒന്ന് അതിൻ്റെ ഷേക്കും കാര്യങ്ങളും പ്ലേ ഒക്കെ നോക്കാൻ പോകാൻ. അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും. അപ്പോൾ ജാക്കി പൊക്കി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടയറിൻ്റെ ഇതുപോലുള്ള ബാക്കിലെ ആക്സിലിൻ്റെ ടയർ ഒന്ന് ജസ്റ്റ് നോക്കുന്നത് നല്ലതാണ്. കാര്യം ചിലപ്പോൾ ടയർ ഊരിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ടൈം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാനിത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ്. വർക്ക്ഷോപ്പിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. എങ്കിലും സമയം കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും വർക്ക്ഷോപ്പിൽ പോകാനൊക്കത്തില്ല, അല്ലാത്ത ഓട്ടത്തിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഈ ടയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന, വർക്ക്ഷോപ്പിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം ഇതൊക്കെ വർഷത്തിലോ അല്ലെ 6 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഗ്രീസ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാത്തവർ ഓടുമ്പോൾ ഒത്തിരി ഓട്ടം ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യണം. വർക്ക്ഷോപ്പിലിടയ്ക്ക് കയറ്റി ഒന്ന് ജാക്കി പൊക്കി ഇവൻ്റെ ഷേക്കൊക്കെ ഉണ്ടോ നോക്കണം. അതുപോലെ ഇതിനകത്ത് ഓയിലൊക്കെ വരുന്നുണ്ട്, സമയത്തും മാറണം. അതുപോലെ കൂട്ടുകാർ, ഇന്ന് നമ്മൾ അബിനെ കുറിച്ചാണ് കൂടുതലും സംസാരിക്കുന്നത്. ഇതൊക്കെ ഏകദേശം 1 വർഷത്തിൽ ഇതിൻ്റെ അബ് ഗ്രീസ് ചെയ്തിരിക്കണം. ഓക്കെ, ഓയിലും അതുപോലെ മാറിയിരിക്കണം. ഇതാണ് ഇതിൻ്റെ ഡ്രൈവ് വീല്. ഇഞ്ചിൻ്റെ ശക്തി ഗിയർ ബോക്സ് വഴി ഈ ടയറാണ് പിടിച്ച് കറങ്ങുന്നത്. ഓക്കെ, അതെല്ലാവർക്കും അറിയാമെങ്കിലും പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ബാക്കിലെ ആക്സിൽ, ട്രെയിലറിൻ്റെ ബാക്കിലെ ആക്സിൽ മിക്കവാറും എല്ലാം 3 ആക്സിൽ ആയിക്കോട്ടെ 2 ആക്സിൽ ആയിക്കോട്ടെ ഫ്രീ ആക്സിലാണ്. പ്രത്യേകിച്ച് ഇഞ്ചിൻ്റെ താക്കത്ത് ഈ ടയറിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ ടയറൊക്കെ നമ്മളൊന്ന് എപ്പോഴും ഇത് ഗ്രീസ് ചെയ്യാറൊന്നുമില്ല. അപ്പ് ഗ്രീസും കാര്യങ്ങളും ഒക്കെ ഫ്രണ്ടിലെ ആക്സിലിൻ്റെ അവിടുത്തെ നടക്കും. എന്നാൽ ഇതൊന്നും പെട്ടെന്ന് നടക്കത്തില്ല. ഇത് ഓരോ വർഷത്തിലാണ് ഇതിൻ്റെ ഗ്രീസിംഗ് ഒക്കെ ചെയ്യുന്നത്. വല്ല പ്രയാസം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അഴിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ പോയി ഇതൊക്കെ അഴിച്ച് മാറ്റാറുണ്ട്. പൂച്ച ഇതിലെ കൂടെ കിടന്ന് കറങ്ങുകയാണല്ലോ. ഞാൻ ആഹാരം ഉണ്ടാക്കി, അപ്പോൾ ആഹാരം കഴിക്കാനായിട്ട് വന്നേ കേട്ടോ. അപ്പോൾ ഇന്ന് ടയർ നമ്മൾ ജാക്കിയൊക്കെ വെച്ച് ഇതിൻ്റെ ഷേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അത് നിങ്ങൾക്ക് പുതിയ ആൾക്കാർക്ക് പഠിക്കാനും അതിനൊരു കാരണമാവും. ഓക്കെ, ജാക്കി വെക്കണേ വണ്ടിയുടെ അടി കയറണം. അപ്പോൾ അടിഭാഗത്തോട്ട് കയറി സെൻറ്ററിൽ വെച്ചാൽ മതി. എന്തെങ്കിലും നമ്മളൊരു ചെറിയൊരു കല്ലിൻ്റെ കഷ്ണമോ തടി കഷ്ണമോ ലെവലുള്ള ഇട്ടിട്ട് വേണം, അല്ല ജാക്കി പൊങ്ങി കിട്ടത്തില്ല. സെൻറ്ററിൽ വെച്ചാൽ മതി. 2 ടയറും നമുക്ക് ആപ്പാക്കി കിട്ടും. അതുപോലെ ഫ്രണ്ടിൽ ടയറിൽ അടയൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ല വണ്ടി അങ്ങോട്ടോ ഉരുണ്ട് കഴിഞ്ഞാൽ ജാക്കി സ്ലിപ്പാവും. ജാക്കി വെച്ച് പൊക്കുമ്പോഴേ ഈ തല കമ്പിയിലൊന്നും ഇടിക്കാതിരിക്കാൻ തല താത്ത് വെക്കണം. അഥവാ സ്ലിപ്പായാലും വേറെ കുഴപ്പമൊന്നും വരത്തില്ല. തല മുട്ടാതെ നോക്കണം. പിന്നെ വണ്ടി കാലിയായതുകൊണ്ട് അങ്ങ് പൊങ്ങിക്കോളും. ലോഡുണ്ടെങ്കിൽ പിന്നെ 2 ജാക്കി വേണ്ടി വരും കേട്ടോ. ഇത് പിന്നെ വണ്ടി കാലിയാണ്. അപ്പോൾ വണ്ടി അപ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹാൻഡ് ബ്രേക്ക് വിട്ടാലേ ഇവൻ കറങ്ങത്തുള്ളൂ. ഹാൻഡ് ബ്രേക്ക് വെച്ചിരിക്കാവുന്നല്ലോ. ഇനിയിപ്പോൾ ഞാൻ വെളിയിറങ്ങണം. അത് വെളിയിറങ്ങാൻ വലിയ പാടാണ്. ഇപ്പോൾ ജാക്കി വെക്കുന്നതിന് മുമ്പ് 2 സൈഡിൽ അട കൊള്ളിക്കണം. അല്ലെ പിന്നെ ഹാൻഡ് ബ്രേക്ക് വിടുമ്പോഴേ ജാക്കി സ്ലിപ്പായി പോകും. അപ്പോൾ ഇത് ചെയ്തിട്ട് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് വിടാവും. ജാക്കി വെച്ച വണ്ടി ഹാൻഡ് ബ്രേക്ക് എടുക്കുമ്പോഴേ പെതുക്കെ റിലീസ് ചെയ്യണം. പെതുക്കെ പെട്ടെന്നങ്ങ് വിടരുത്. ജാക്കി ചിലപ്പോൾ സ്ലിപ്പാവും. ഓക്കെ, നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ടയർ കഴിഞ്ഞ ദിവസം ഊരിപ്പോയി കേട്ടോ. ഈ ബാക്കിലെ ഒരു ടയർ 2 ടയർ ഊരി അങ്ങ് പോയി. എന്തായാലും രക്ഷപ്പെട്ട്, ആക്സിഡൻ്റ് ഉണ്ടായില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ടയർ നമ്മൾ പൊക്കി ഒന്ന് നോക്കണം, ഷേക്കുണ്ടോ. സമയത്ത് ടയറൊക്കെ മുറുക്കിയില്ല, ഗ്രീസ് വെച്ചില്ലെങ്കിൽ ഇത് ഊരിപ്പോവും. അബ്ബിന്ന് ഊരിപ്പോവും. ബീലിനട്ടല്ല ഊരിപ്പോയത്, ഇവിടെ നിന്ന് ഊരി അങ്ങ് പോയി. എന്തായാലും സൗണ്ട് കേട്ട് നിർത്തിയോണ്ട് വണ്ടി എന്തായാലും മറിഞ്ഞില്ല. അല്ല ചിലപ്പം വണ്ടി സൈഡിലോട്ട് വലിച്ചു മാറ്റും, മറിയും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കറക്കി നോക്കുക ടയറൊക്കെ ഫ്രീ ആണോ. ഓക്കെ ആണ്. ഇനിയിപ്പോൾ ഷേക്ക് പിടിക്കണം. ഷേക്ക് പിടിക്കണമെങ്കിൽ കണ്ടോ ശകലം ഷേക്കുണ്ട്. കണ്ടോ ഈ ഷേക്ക് കാണുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കയ്യിൽ അറിയാനോ ചെറുതായിട്ട് ഷേക്കുണ്ട്. ഈ ഷേക്ക് നമ്മൾ കൊണ്ടുപോയി മുറുക്കണം. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ഞാൻ കൊണ്ടുപോയി ഇത് മുറുക്കും. അപ്പോൾ ഇങ്ങനെ ഷേക്കോട് ഓടിയാൽ ടയർ ഊരിപ്പോവും മസ്റ്റായിട്ട്. പിന്നെ ടയർ ഫ്രീ ആണ്. ഇനി അപ്പുറ സൈഡ് നോക്കാം. ഇവിടെയും ടയർ ഫ്രീ ആണ്. ഷേക്കുണ്ടോന്ന് നോക്കാം. അപ്പോൾ ഈ ടയറിനും കണ്ടോ ചെറിയ ഷേക്കുണ്ട്. ഇതിങ്ങനെ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോവും.
അപ്പോൾ ഇനി ഞാൻ ഇത് പോയി മുറുക്കും. കണ്ടോ, ചെറിയ അനക്കമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് 2 ആക്സിലുള്ളൊരു പ്രശ്നമാണ്. എന്നാൽ 3 ആക്സിലിന് ഇത്രയും വലിയ പ്രശ്നമില്ല കേട്ടോ. 2 ആക്സിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്. കാര്യം 2 ടയറും വെയിറ്റ് എല്ലാം കൂടുതലല്ലേ, അതുകൊണ്ട് ആക്സിലിന് നട്ട് ലൂസാവാം, ബയറിങ് കേടാവാം. ഇത് നട്ട് ഊരിയാണ് പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് മുറുക്കണം. പിന്നെ വർഷം ഇതിന് ഗ്രീസ് ചെയ്യണം. ഇതിനകത്ത് വർഷമെങ്കിലും കുറഞ്ഞത് 6 മാസത്തിൽ ചെയ്യാം. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. വർഷത്തിലൊരു പ്രാവശ്യമാണ് ചെയ്യുന്നത്. എല്ലാ ടയറും ഗ്രീസും ലൈനറും ഒക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യം മാറും. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ കൂട്ടുകാരെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതും അതേപോലെ തന്നെയാണ്. ഇനി റിക്കാർഡ് എടുത്ത് നോക്കണം വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് എന്നാ ഇതിൻ്റെ അബിൻ്റെ ഗ്രീസൊക്കെ മാറിയെന്നുള്ളത്. ഇനിയിപ്പോൾ ഇത് പൊക്കി നോക്കേണ്ട കാര്യമില്ല. കാര്യം ഇതിനും ഷേക്കുണ്ട്. അപ്പം നമ്മുടെ ലൈഫ് പ്രധാനമാണ്, മറ്റുള്ളവരുടെ ലൈഫ് പ്രധാനമാണ്. ലോഡുമൊക്കെ വെച്ച് പോകുമ്പോൾ 80 മൈൽ സ്പീഡിലൊക്കെ ടയർ ഊരിപ്പോയാൽ വലിയ പാടാണ്. ഈ ടയർ ഊരി നേരെ സ്പീഡിൽ ഉരുളും മറ്റുള്ള കാറുകളിലോ ട്രക്കിലൊക്കെ പോയി ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സമയാസമയം നട്ട് മുറുക്കുക, അബിൽ ഗ്രീസ് ചെയ്യുക, ടയർ ജാം വല്ലതും ഉണ്ടോ നോക്കുക. ജാമൊക്കെ വെച്ച് ഓടിയാലും നമുക്ക് പ്രശ്നമാണ്. ഓക്കെ, മൈലൊക്കെ കുറയും, വണ്ടി വലിക്കത്തില്ല. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റൂടൊക്കെ ഒന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ നന്ദി, നമസ്കാരം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.